ഓം ശ്രീ രാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശുഗൻ്റെ പൂർവ്വവൃത്താന്തം. കുട്ടികളെ, നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ശുഗൻ്റെ പൂർവ്വവൃത്താന്തമാണ് പറയുന്നത്. രാമസന്നിധിയിലെത്തിയ ശുഗനെ ബന്ധനസ്ഥനാക്കിയിരുന്ന കാര്യം കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ. ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളിൽ ലങ്കാപുരത്തിലെത്തിയപ്പോൾ ശുഗനെ വിട്ടയച്ചു. ശുഗൻ രാവണസന്നിധിയിൽ ചെന്ന് രാമൻ്റെ സന്നിധിയിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ശ്രീരാമനും വാനരന്മാരും ലങ്കാപുരത്തിലെത്തിയെന്നും അവരെയെല്ലാം ഒന്ന് കാണാനും പറഞ്ഞു. വാനര നായകന്മാരെയെല്ലാം ഓരോരുത്തരെയായി ശുഗൻ രാവണന് കാണിച്ചു കൊടുത്തു. ആകെ 67 കോടി വാനര നായകന്മാരുണ്ടെന്നും അവരുടെ കീഴിൽ 21 വള്ളം സൈനികരുണ്ടെന്നും ശുഗൻ പറഞ്ഞു. ഇവരെല്ലാം രാക്ഷസവധത്തിനായി ജനിച്ച ദേവന്മാരാണെന്നും പറഞ്ഞു. ശ്രീരാമൻ കേവലം മനുഷ്യനില്ലെന്നും സാക്ഷാൽ മഹാവിഷ്ണു തന്നെ അവതാരം എടുത്ത മൂർത്തിയാണെന്നും പറഞ്ഞു. ആദിശേഷനായ അനന്തൻ ലക്ഷ്മണനും യോഗമായ സീതാദേവിയുമാണ്. സീതാരാമന്മാർ ജഗൽപിതാക്കളാണ്. അവരോട് വിരോധം വെച്ച് പുലർത്തുന്നത് ശരിയല്ല. പഞ്ചഭൂത നിർമ്മിതവും ദുർഗന്ധം നിറഞ്ഞതുമായ ഈ ശരീരത്തെ ഞാനെന്ന് അഭിമാനിക്കുകയും നശ്വരമായ അതിൻ്റെ സുഖത്തിനായി അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മൂഢന്മാരാണ്. അതുകൊണ്ട് സംസാര ദുഃഖത്തിന് ഏക കാരണമായ ദേഹാഭിമാനത്തെ കളഞ്ഞ് ആത്മജ്ഞാനിയായി ഭവിക്കുക. ഇനിയെങ്കിലും എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് രാമപാദ സേവകനാവുക. സീതയെ രാമപാദങ്ങളിൽ സമർപ്പിക്കുക. പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ സേവിച്ചാൽ വിഷ്ണുമതം പ്രാപിക്കാം. അല്ലെങ്കിൽ അങ്ങ് നരകയാതനെ അനുഭവിക്കും. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ശുഗൻ്റെ ആത്മതത്വങ്ങൾ കേട്ട രാവണൻ കോപാധനായി നിനക്ക് ജീവൻ വേണമെങ്കിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ശുഗൻ പേടിച്ച് വിറച്ച് തൻ്റെ മന്ദിരത്തിലേക്ക് പോയി. കുഞ്ഞുങ്ങളെ, ഇനി ശുഗൻ്റെ പൂർവ്വവൃത്താന്തം ഒന്ന് പറയാം. ശുഗൻ ഒരു ഉത്തമ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിൽ കഴിയുകയായിരുന്നു. രാക്ഷസന്മാരുടെ നാശത്തിനു വേണ്ടി യാഗാദി കർമ്മങ്ങൾ ചെയ്തു പോന്നു. ഇതിൽ കുപിതനായ രാക്ഷസപ്രമാണിയായ വജ്രദംഷ്ട്രൻ ശുഗനെ ദ്രോഹിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുഗൻ്റെ ആശ്രമത്തിലെത്തി. ശുഗൻ അദ്ദേഹത്തെ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു. മഹർഷി കുളിച്ചു വരാനായിട്ട് പോയി. ഈ സമയം വജ്രദംഷ്ടൻ അഗസ്ത്യ മഹർഷിയുടെ വേഷം ധരിച്ചു വന്നു. ഊണിന് ആട്ടിറച്ചി കൂടി തയ്യാറാക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ ശുഗൻ ആട്ടിറച്ചി കൂടി തയ്യാറാക്കാൻ പറഞ്ഞു. ഊണിന് സമയമായപ്പോൾ വജ്രദംഷ്ടൻ ശുഗഭക്തിയുടെ വേഷത്തിൽ വന്ന് മാംസം മുനിയുടെ ഇലയിൽ വിളമ്പിയിട്ട് മറഞ്ഞു കളഞ്ഞു. മാംസം വിളമ്പിയിരിക്കുന്നത് കണ്ട് മഹർഷി, നീ മനുഷ്യരെ തിന്നുന്ന രാക്ഷസനായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു. ഇങ്ങനെ ശപിച്ചപ്പോൾ നടന്ന കാര്യമെല്ലാം ശുഗൻ പറഞ്ഞു. ജ്ഞാനദൃഷ്ടി കൊണ്ട് കാര്യം മനസ്സിലാക്കിയ മഹർഷിക്ക് പശ്ചാത്താപം ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമ, വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. നീ നിരപരാധിയാണ്. നീ രാവണൻ്റെ വിശ്വസ്ത ഭൃത്യനായി തീരും. സീതയെ രാവണൻ കട്ടുകൊണ്ട് വരുമ്പോൾ രാമൻ രാവണനോട് യുദ്ധത്തിനായി എത്തും. അപ്പോൾ ദൂതനായി നിന്നെ രാവണൻ അയക്കും. നീ രാമൻ്റെ അടുത്ത് നിന്ന് മടങ്ങിച്ചെന്ന് ആത്മതത്വങ്ങൾ രാവണന് ഉപദേശിക്കണം. അപ്പോൾ ശാപം നീങ്ങി പൂർവ്വസ്ഥിതിയിലാകും. അങ്ങനെ ശുഗന് ശാപമോക്ഷം കിട്ടി. ശുഗൻ പോയി കഴിഞ്ഞപ്പോൾ രാവണൻ്റെ അമ്മയുടെ അച്ഛനായ മാല്യവാൻ രാവണനെ ഉപദേശിക്കാനായി എത്തി. ബുദ്ധിശാലിയും വിവേകശീലിയുമായ മാല്യവാൻ രാവണനോട് ഉപദേശ രൂപത്തിൽ പറയാൻ തുടങ്ങി. സീതയെ ലങ്കയിൽ കൊണ്ടുവന്നതിന് ശേഷം എല്ലായിടവും ദുർനിമിത്തങ്ങളാണ്. ഭയങ്കരമായ ഇടിമിന്നലുണ്ടാകുന്നു. മേഘങ്ങൾ ചുടിച്ചോര വർഷിക്കുന്നു. ദേവബിംബങ്ങൾ ഇളകുന്നു. നോക്കുന്നിടത്തെല്ലാം ഭദ്രകാളി സഞ്ചരിക്കുന്നതായി തോന്നുന്നു. ഭീകര വേഷത്തിൽ കാലിന് എല്ലായിടവും കാണുന്നു. ഭയങ്കരമായ എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഉടനെ ഇതിന് പരിഹാരം കാണണം. രാക്ഷസ വംശത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രാമനോടുള്ള ശത്രുത മാറ്റിവെച്ച് സീതയെ രാമൻ്റെ കാൽക്കൽ വെച്ച് നമസ്കരിക്കുക. മനുഷ്യവേഷം കൊണ്ട് രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നീ ദുഷ്ടനാണെങ്കിൽ രാമനെ ഭജിച്ചാൽ ശുദ്ധനായിത്തീരും. വംശത്തെ രക്ഷിക്കേണ്ട കർത്തവ്യം മറക്കാതിരിക്കുക. ഞാൻ പറഞ്ഞത് സത്യവും ഗുണകരവുമാണ്. നല്ലതുപോലെ ആലോചിക്കാൻ മാല്യവാൻ പറഞ്ഞു. ഇത് കേട്ട് രാവണൻ കോപം വന്നെങ്കിലും മുത്തച്ഛനും ഗുരുഭൂതനും ആയതിനാൽ ഈ വാക്കുകൾ കേട്ടാൽ എനിക്ക് സഹിക്കയില്ല എന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. കുഞ്ഞുങ്ങളെ, ആരെല്ലാം രാവണനെ ഉപദേശിച്ചെങ്കിലും അതൊന്നും ചെവിക്കൊണ്ടില്ല.
വിനാശകാലേ വിപരീത ബുദ്ധി എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് രാവണൻ പ്രവർത്തിക്കുന്നത്. കുട്ടികളെ, ഇനി യുദ്ധം ആരംഭിക്കുകയാണ്. അത് ഇനി അടുത്ത കഥയിൽ പറയാം. നിർത്തട്ടെ. ഹരി ഓം തത് സത്.